നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന തിരൂർ മാർക്കറ്റ് ഞായറാഴ്ച ചന്ത പുനഃസ്ഥാപിക്കുക എന്നാവശ്യപ്പെട്ട് തിരൂരിൽ ആഴ്ചച്ചന്ത നടന്നു. സെക്രട്ടറി സലീം വള്ളിയങ്ങൽ നേതൃത്വം നൽകി. ആഴ്ചച്ചന്ത വന്നാൽ ഉറങ്ങിക്കിടക്കുന്ന മാർക്കറ്റ് ഉണർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ആഴ്ചച്ചന്ത വരുന്നതിൽ സ്ഥിരം കച്ചവടക്കാർക്ക് ഒരു എതിർപ്പുമില്ലെന്നും ഇതിനായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും നൽകി ആഴ്ചച്ചന്ത നടത്തണമെന്നാവശ്യപ്പെട്ട് ചെയർപേഴ്സണും MLAക്കും നിവേദനം നൽകിയെന്നും സലീം പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒരു 20 വർഷം മുന്നേ ആഴ്ചച്ചന്തകൾ നടന്നിരുന്നു. അന്ന് മുതൽക്ക് വരവെടുത്തിയ ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പോൾ ആഴ്ചച്ചന്ത ഇവിടെ ഇല്ല. ആദ്യം പഴയ കാലത്ത് ഇവിടെ എല്ലാ ഐറ്റംസ് സാധനങ്ങളും അതായത് ജനങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തിരുവിലെത്തിയിരുന്നു. അതായത് പച്ചക്കറി മുതൽക്ക് എല്ലാ ആൾക്കാർ കൃഷി ചെയ്തിട്ട് അല്ലെങ്കിൽ വളർത്തി കൊണ്ടുവരുന്ന കോഴികളും ഇത് ഞങ്ങൾ ഇതേമാതിരി എല്ലാ ഫാമുകളിലും പോയി നിന്നുകൊണ്ട് ഇത് കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കലായിരുന്നു. ഇപ്പോൾ ഇവിടെ ആഴ്ചച്ചന്തല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എല്ലാത്തിനും സാഹചര്യങ്ങളുണ്ട്, പക്ഷെ ആരും വരുന്നില്ല. ആഴ്ചച്ചന്ത രണ്ടാമത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മാക്സിമം സാധനങ്ങൾ, അതായത് ഞങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഒരു ദിവസം ഞായറാഴ്ച ഇവിടെ വരികയാണെങ്കിൽ എല്ലാവർക്കും, അതായത് ഇവിടെ ചന്തയിൽ വന്നിട്ടുണ്ടെങ്കിൽ കൃഷി, അതായത് സാധാരണക്കാരുണ്ടാക്കണേ, അതായത് കൃഷി ചെയ്തുണ്ടാക്കുന്നത് വളർത്തുന്ന സാധനങ്ങളും ഇവിടെ എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടും. അതിവിടെ നമ്മൾ നാട്ടിൽ കാച്ചിൽ മുതൽക്ക്, അതായത് കാച്ചിൽ ചേമ്പ് എല്ലാ സാധനവും ഇവിടെ കിട്ടിയിരുന്നു. മഞ്ഞൾ സാധനങ്ങൾ എന്ത് വന്നാലും ഞായറാഴ്ച ഇവിടെ കിട്ടും. അങ്ങനത്തെ കത്തി ഇവിടെ, അതായത് നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടിയിരുന്നു. ഇപ്പോൾ അത് രണ്ടാമത് ഇനി ആഴ്ചച്ചന്ത ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വന്നുകാണ്ട് ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാനൊരു മാർഗം. 20 കൊല്ലമായിട്ട് നിങ്ങൾ എല്ലാ ചന്തയിലും പോകുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട് അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മളെ ചന്ത ഇവിടെ വന്നാല് ഇപ്പൊ നിങ്ങൾ കൊടലേരിയൊക്കെ വന്ന ആളാണ്. ഈ കൊടലേരിക്കൊക്കെ ആട്ടിന്റെ ലിവർ വേണ്ടേ ഇട്ട് കൊടുക്കണമെങ്കിൽ ആട്ടിന്റെ കടയോടെ പൂട്ടിയിരിക്കണം, തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് നാട്ടിന്റെ നേട്ടം എന്താ ഉണ്ടാവില്ല? എല്ലാവർക്കും ഗുണമാണ്, കച്ചവടക്കാർക്ക് ഗുണമാണ്, ജനങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടും. കുടുംബശ്രീ നല്ല നാട്ടിൻപുറത്തുള്ള അവരെ ഉൽപ്പന്നങ്ങൾ അപ്പുറം കൊണ്ട് വിൽക്കാൻ പറ്റും, നാട്യങ്ങളില്ലാതെ. കൊടലേരിക്ക എന്ന് പറഞ്ഞ സാധനം അതൊക്കെ ഒരു മരുന്നിലേക്ക് കൂട്ടുന്ന സാധനമാണ്. അപ്പോൾ അദ്ദേഹമായി ഒരുപാട് കാലമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ഈ ചന്ത ഇവിടെ തിരിച്ചു കൊണ്ടുവരാതെ ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ കഴിയില്ല, ഞങ്ങൾക്കല്ല ഈ നാടിന് തന്നെ അതൊരു ശാപമായി മാറും. അതുകൊണ്ട് നിങ്ങളെപ്പോലെ ഉള്ള ആളുകൾ ഈ ജനസേവനം നടക്കുമ്പോൾ ഈ ചന്തൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി തിരിച്ചാണ്. 4 വർഷത്തോളമായി തിരൂർ നഗരസഭ ഇതിന് മുന്നേ ഭരിക്കുന്ന ഭരണസമിതിക്ക് കത്ത് കൊടുത്താണ്. അന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായതിൻ്റെ പേരിൽ ഇപ്പോൾ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാറ്റുകളും ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും അതുപോലെ തന്നെ ഈ ബാത്റൂമുകളൊക്കെ ഇന്ന് ഈ മാർക്കറ്റിൽ നമുക്ക് ഇതിന് മുന്നൊക്കെ ആകെ എലിയും ആകെ അഴുക്കും കാര്യങ്ങളൊക്കെ കടക്കാൻ പറ്റുന്നൊരു അവസ്ഥയാണ്. അതിനെല്ലാം മാറിയുള്ള സുഗമമായ ഒരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കച്ചവടക്കാർ കംപ്ലീറ്റ് സൂപ്പർ മാർക്കറ്റ് അതുപോലെയുള്ള കടകളിലേക്ക് വലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസത്തോളം ഈ മാർക്കറ്റ് തിരൂർ ചന്ത ഇതിൻ്റെ റേഞ്ച് താന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഭരണ പ്രതിപക്ഷ ആളുകൾക്ക് ബന്ധപ്പെട്ട MLA അടക്കം ശ്രദ്ധയപ്പെടുത്തിയതാണ്. ഇതുവരെ നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് ഒരു കമ്മിറ്റി വിളിക്കുകയോ ഇതെന്തെങ്കിലും കച്ചവടക്കാരെ കൂടിയാലേക്കോ ഒന്നും ചെയ്യാതെ അവരുടേതായ ചില കാര്യങ്ങളും ഒഴിവഴികളൊക്കെ പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് സഗൗരവം ഈ കാര്യം തൊട്ടടുത്തുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി, ഇപ്പോൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയാണ്, കൽപ്പഞ്ചേരി പഞ്ചായത്താണ്, അങ്ങനെ ഒരുപാട് മുനിസിപ്പാലിറ്റിയിൽ പഞ്ചായത്തിൽ ഇതുപോലെ ചന്ത നടക്കുന്നുണ്ട്, കോട്ടക്കൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ചന്ത അവിടെ തിരിച്ചു കൊടുന്നുകൂടാ? ഞായറാഴ്ച ബ്ലോക്കും കഴിയുമ്പോൾ അതിവിശാലമായ പാർക്കിങ്ങുകളുണ്ട്. പിന്നെ ഞായറാഴ്ച പൊതുവെ എല്ലാ കടകളും അവധിയാണ്. എന്താണ് ഇവിടെ ഈ അങ്ങാടി ആളുകൂട്ടം വരണമെങ്കിൽ ഞായറാഴ്ച ദിവസം ചന്ത ഉത്സവമാക്കി വെച്ചാൽ എന്താണ് അഭിപ്രായം? പഴയ പോലെ തിരൂർ
മാർക്കറ്റ് ആഴ്ച ചന്ത ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പൊ നിങ്ങൾ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ചന്തകള് സാധനം ഇല്ലാത്തതുകൊണ്ട് ആരും അല്ലാതെ വരുന്നില്ല. വളരെ കമ്മിയാണ്. എല്ലാ സാധനം എല്ലാ സാധനം കിട്ടും. അപ്പൊ നിങ്ങള് മിക്ക ചന്തകളിൽ പോണ ആളാണ്. അവിടെ നല്ല ട്രെൻഡ് അല്ലേ? ആളുകൾ കുട്ടികളെ കൂട്ടം കൂട്ടം വരി വരൂലേ? അതുകൊണ്ട് മറ്റുള്ള കച്ചവടക്കാരെ എതിർപ്പുണ്ടോ? സന്തോഷമുള്ളൂ. ഒരു ദിവസം വിപണി ഉണരുമല്ലോ. അല്ല, ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി കൂടുതൽ കച്ചവടം കാണാനെങ്കിലും ആൾക്കാർ വരും. നമ്മള് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളൊക്കെ ഇതേപോലെ ചന്ത നിലവിലുണ്ടെങ്കിൽ വന്നാൽ നിങ്ങളൊക്കെ നല്ല മോട്ടിവേഷൻ ആവല്ലോ. ഒരു ഇതല്ല. അപ്പൊ ഈ ചന്ത തിരിച്ചുകൂടെ കൊണ്ടുവരണ്ടേ? നിങ്ങളെ കൂടെ എവിടെയാണ്? നിങ്ങൾ കുടുംബശ്രീ എത്ര കുറയാ? എന്തെല്ലാം ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഉത്പാദിപ്പിക്കുന്നുണ്ടോ? എന്തെങ്കിലും പച്ചാറ പച്ചക്കറി ഒക്കെ ഉണ്ട്. നല്ല മോട്ടിവേഷൻ ആണ്. എന്നാണ് നമ്മളെ വാദം. നിങ്ങളെ അഭിപ്രായം എന്തൊക്കെ ആൾക്കാർ ആളില്ലാതായി? ആ, അതന്നെ അതെ. പോയില്ലേ? അപ്പൊ നമുക്ക് ആളുകളെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഇതേപോലെ ഒരു ആഘോഷമായിട്ട് നടക്കണം. അപ്പൊ കണ്ടമാൻ ആൾക്കാർ അങ്ങാടിക്ക് കയറും. ഇപ്പൊ പൊതുവെ അങ്ങാടിക്ക് ആള് കുറവാണോ കൂടുതലാണോ? കുറവാണ്. അപ്പൊ നമ്മള് ഞായറാഴ്ച ഒരു ആഘോഷമാക്കി മാറ്റിയാൽ ഇവിടെ കല്ലുമുക്കായി വിൽക്കണവരറിയല്ലോ. അപ്പൊ ഞായറാഴ്ച എല്ലാ ദിവസവും കല്ലുമുക്കായി ഇങ്ങോട്ട് വരുമല്ലോ. അപ്പൊ എങ്ങനെ കൂടുതൽ കല്ലുമുക്കായി കച്ചവടക്കാർ നിങ്ങൾ എതിർക്കൊന്നുമില്ല വന്നാൽ സന്തോഷമുള്ളൂ. അപ്പൊ ചന്ത ഞായറാഴ്ച ഒരു ഉത്സവമാക്കി മാറാൻ നിങ്ങൾ ആവശ്യം. അത് നിങ്ങൾ സഹകരിക്കും. ഓക്കെ. രണ്ടുപേരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ആൾക്കാർ കാണുമല്ലോ. അപ്പൊ ഞായറാഴ്ച എല്ലാ ദിവസം പഴമീൻ ആൾക്കാർ ഇങ്ങോട്ട് വരുമല്ലോ. സ്ഥിരമായിട്ട് നിങ്ങൾ കൊണ്ടുവരും. ഇവിടുത്തെ ഏത് പഴത്തെ മീനാണ് പുറത്തു വരാം? ആ, കൂട്ടായി പോയത്. അപ്പൊ എന്തായാലും നമുക്ക് പഴയ പ്രതാപം തിരിച്ചു പിടിക്കണം അല്ലേ? ഓക്കെ. അതിന് നഗരസഭ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോ ഇവര് ഒരുപാട് കാലമായില്ല. എത്ര കൊല്ലമായിട്ടുണ്ടാവും? ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മളെ പഴയ കാലത്ത് ഒരു ചന്ത ഉണ്ടായിരുന്നു. നാടൻ മിൽബ. ആ ചന്ത തിരിച്ചു കൊടുത്താൽ കൊണ്ടുവരണം. അപ്പോഴേ ഒന്ന് കാണുന്നത് ഞായറാഴ്ച ഒരു ഉത്സവമാക്കി മാറും. അതെന്താ അഭിപ്രായം? നല്ല അഭിപ്രായം ആവണം. അപ്പൊ അതിനൊരു ജനങ്ങൾ കാരണം ഒരു ഉത്സവമാക്കി അപ്പൊ അവര് നഷ്ടത്തിലായതിന്റെ പേരിൽ അവരാരും ഇപ്പൊ കച്ചവടം രംഗത്തില്ല. അപ്പൊ എന്തായാലും ചന്ത കൊണ്ടുവരണം. ഇതൊക്കെ കൊണ്ട് ദോഷം ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ മാർക്കറ്റിൽ ആളുകൾ വരെ കുറവാണ്. മാർക്കറ്റിൽ വളരെ മോശം കച്ചവടങ്ങൾ കംപ്ലീറ്റ് അങ്ങാടികളും കേന്ദ്രീകരിച്ചു. അപ്പൊ മറ്റുള്ള പഞ്ചായത്തിലൊക്കെ ചന്ത ഒന്നിടാൻ നല്ല പ്രതാപമുണ്ട്. ആ പ്രതാപം തിരിച്ചു തരണം. തീർച്ചയായിട്ടും ഈ ആട്ടിറച്ചി കട പൂട്ടിയിട്ട് 1.5 മാസമായി. അപ്പൊ അതുകൊണ്ട് നഷ്ടത്തിലാ പൂട്ടിക്കണത്. ചന്ത ഞായറാഴ്ച ചന്ത വന്നാല് അപ്പൊ നമുക്ക് ഈ ആട്ടിറച്ചി കട അപ്പൊ തുറക്കും വേണം. ഞാനിപ്പോ ഒരു ആട്ടിറച്ചിന്റെ ആവശ്യത്തിന് ആൾക്കാർ വരാൻ പറ്റില്ല. അവിടെ കടയില്ല, സാധനമില്ല. ഈ ഞായറാഴ്ച ചന്ത പുനഃസ്ഥാപിച്ചാല് കുറെ ആളുകൾ അങ്ങാടിക്ക് വരുന്ന പറയുന്നത്. എന്താ എന്റെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അപ്പൊ ചന്ത തിരിച്ചു വരണം. ഒരു ദിവസത്തിലോ ഒരു ഉത്സവമായി തിരൂര് മാറണം. അപ്പൊ നിങ്ങളൊക്കെ സഹകരിക്കൂലേ? ഓക്കെ. പേരെന്താണ്? ഹംസാജി. അപ്പൊ നമുക്ക് ആ പഴയ ആ പ്രതാപം തിരിച്ചു പിടിക്കണം. ആ പഴയ ചന്ത കുറെ കച്ചവടക്കാർ എപ്പോഴും വന്ന് പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഉത്സവമാക്കി മാറ്റിയല്ലേ? കോട്ടക്കെന്ന് കുറെ കച്ചവടക്കാർ വരാൻ പറയും. അപ്പൊ അത് ഒരു ഉപയോഗപ്പെടുത്തി നിങ്ങളെ അഭിപ്രായം. കാരണം നിങ്ങൾ ഇത് പണ്ട് ഇവിടുത്തെ ചന്തയുള്ള കാലത്തുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ലതാണ്. പഴയ കാലം വരാന്നുണ്ടായാലും അന്ന് ഞങ്ങൾ ചില സാധനങ്ങളൊക്കെ ചന്തയിലാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. വലിയ തേക്കിൻ പേരിലും വായന്തരിയിലൊക്കെ പൊഴിഞ്ഞിട്ടാണ് അന്നത്തെ കാര്യം കൊണ്ടുവരുന്നത്. ഉപ്പ് മുളക് കാര്യങ്ങളൊക്കെ പൊഴിഞ്ഞത് ഇപ്പൊക്കെ കീസായല്ലോ. അതേമാതിരി ഇവിടെ കണ്ടമാനം ആർട്ടിച്ച കച്ചവടക്കാരും പോയി എല്ലാ ഇതിലുണ്ടാവുന്ന കഴിഞ്ഞാല് ഈ കടകളൊക്കെ ആൾക്കാർ കാണും. അപ്പൊ ഇനി എല്ലാ ദിവസവും ആൾക്കാർ സാധനത്തിന് അങ്ങാടിക്ക് വരും. ഇത് ആൾക്കാർ അറിയപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ച ഉത്സവമാക്കി മാറ്റണം. അപ്പൊ എന്താ എന്റെ അഭിപ്രായം? ഞായറാഴ്ച തുടങ്ങണം എന്നാണ് നമ്മളെ ആശയം. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. എല്ലാവിധ പ്രോത്സാഹനങ്ങളും. അപ്പൊ ഈ ഞായറാഴ്ച ചന്തകളിലെ ദിവസങ്ങളൊക്കെ ഇവിടെ നല്ല കച്ചവടങ്ങളായിരുന്നു. ഇപ്പൊ ഒരുപാട് കാലമായിട്ട് അങ്ങാടി ആളുകൾക്ക് വരവ് കുറവാണ്. അപ്പൊ ഈ ചന്ത പുനഃസ്ഥാപിച്ചാൽ കുറച്ചും കൂടെ ആളുകൾ അങ്ങാടിക്ക് കയറുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ചന്ത നല്ലതാണ്. ഞായറാഴ്ചകളിൽ ചന്ത നമ്മൾ കത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല? ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പൗരപ്രമുഖനായിരുന്നു. അദ്ദേഹത്തിന്റെ കടയാണ്. ടൗണിൽ ആളെത്തണം. അപ്പൊ നിങ്ങൾ ചെയർപേഴ്സണും ബന്ധപ്പെട്ട MLA ആളെത്തി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല മറ്റുള്ളവർക്കെങ്കിലും എന്ത് ചെയ്യും ആളുണ്ടോ? കർഷകർക്ക് ആരും ഉൽപ്പന്നം വാങ്ങാനും വിൽക്കാനും അതിന്റെ ഇടയിൽ നിങ്ങളുടെ ഉൽപ്പന്നത്തൊക്കെ കർഷകർ ഉൽപ്പന്നം തന്നെയാണല്ലോ നിങ്ങൾ വിൽക്കുന്നത്. മുഹമ്മദ് ജംഷീർ ഇതിനൊക്കെ ഫുൾ സപ്പോർട്ട്. എല്ലാവരും സപ്പോർട്ടാണ് ചെയ്യുന്നത്. ആരും എതിർക്കണില്ല. ഇപ്പോൾ നിങ്ങളെ ഇതിൽ നിങ്ങൾ വന്നു പോകുന്നുണ്ട്. പക്ഷെ വേണ്ട രൂപത്തിൽ ഉപഭോക്താക്കൾ കൊണ്ട് വരുന്നില്ല, ആവശ്യക്കാർ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചചന്ത പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിവേദനം എല്ലാ വകുപ്പിനും കൊടുത്തു, മുനിസിപ്പാലിറ്റിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അവർ തീരുമാനം എടുത്തിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞ കച്ചവടക്കാരെ എതിരാവുന്ന പറഞ്ഞു. ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഒരു കച്ചവടക്കാരെ എതിര് പറഞ്ഞില്ല. അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താണ്? ഈ ചന്ത വന്നാൽ അങ്ങാടിക്ക് ആൾ കൂടല്ലേ ഉള്ളൂ.
കുറയില്ലല്ലോ. നിങ്ങൾ ഇത്രയും കാലം ഇവിടെ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഇതിലും തോന്നെ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചന്ത ഉള്ളൊരു കാലഘട്ടങ്ങൾ. ഇപ്പൊ ചന്ത ഇല്ലാത്തതുകൊണ്ട് ആളുകൾ ഇങ്ങോട്ട് വരാതായി. ചന്ത വന്നാലും കച്ചവടം കൂടുതലേ ഉള്ളൂ, കുറയില്ലല്ലോ. ചന്ത വേണം. പഴയ കാലത്തെ ആദ്യമാണ് എല്ലാവരും വേണമെന്നാണ്. ഒരുപാട് ആളുകൾ കൂട്ടം കൂടി ഇവിടെ വന്നിരുന്നു. ഇപ്പൊ ആളുകൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇനിയൂടെ വലിയ വലിയ ആളുകൾ വരാൻ അപ്പൊ ആളുകൾ അങ്ങാടിക്ക് വരാതാവും. അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു പെട്ടെടുക്കലേ പോയിട്ടുള്ളൂ. മാർക്കറ്റിൽ ആളില്ല, ഇനി വലിയ വലിയ മാളുകൾ വരാൻ പോകുന്നു. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധാരണക്കാരൻ അങ്ങാടിക്ക് വരണമെന്നുണ്ടെങ്കിൽ ആൾക്കൂട്ടം അങ്ങാടിക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടെ സമീപ പഞ്ചായത്തിലൊക്കെ അന്വേഷിച്ചപ്പോൾ ചന്ത വെച്ചപ്പോൾ നല്ല ആൾക്കാർ വരുവാണെങ്കിൽ അതുകൊണ്ട് ചന്ത വേണോ വേണ്ടെന്നാണ് ചോദ്യം. ചന്ത വേണോ? നാടൻ നല്ല അഭിപ്രായം അല്ലേ അല്ലേ? അപ്പൊ ഞായറാഴ്ച ചന്ത വേണോ വേണ്ടേ? നിങ്ങൾ സഹകരിക്കൂലേ? നിങ്ങൾ അന്നത്തെ ദിവസം സഹകരിക്കൂലേ? ബ്ലോക്കൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഓട്ടം ഉണ്ടാവും, എല്ലാവരും സഹകരിക്കും. അതാണ് നമ്മൾ സഹകരിക്കുമല്ലോ. നഷ്ടപ്പെട്ടു പോയിക്കാണല്ലോ, അതിനെ തിരിച്ചു പിടിക്കണം. ആളുകൾ ആ കൂട്ടത്തിൽ അങ്ങാടിക്ക് നമ്മളെ ഞായറാഴ്ച ആ പേര് മുന്നോട്ട് വരണോ? അപ്പൊ ചന്ത തിരിച്ചുകൊണ്ടിരുന്ന വേണ്ട, ഞായറാഴ്ച ചന്ത തിരിച്ചുകൊണ്ടിരുന്നു. ആൾക്കാർ ഇവിടെ വന്നിരുന്നു. ഇപ്പൊ പൊതുവേ അങ്ങാടിയൊക്കെ ഈ സൂപ്പർ മാർക്കറ്റ് വന്ന കാരണം അങ്ങാടിക്ക് ആൾക്കാർ ഇറങ്ങണില്ല. അപ്പൊ സമീപ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി പറഞ്ഞപ്പോൾ അവിടെ ഇതേപോലെ ക്ഷാമം വന്നപ്പോൾ അവിടെ ചന്ത വന്നപ്പോഴാണ് അങ്ങാടി ഉണർന്നത്. അപ്പൊ ആ ഞായറാഴ്ച ചന്ത പുനഃസ്ഥാപിക്കണം എന്നാ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ വാടക എടുത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു എതിർപ്പുണ്ടോ ഇല്ല എന്നുള്ളതാണ്. നന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ലതാണ്. ചന്ത പറഞ്ഞാൽ നല്ലതാണല്ലേ? ഞായറാഴ്ച ചന്ത വന്നാൽ കുറെ കുട്ടികൾ നമുക്ക് ആൾക്കാർ അങ്ങാടി കാണും, കട കാണും. മഞ്ഞപ്പൂളൊക്കെ അപ്പൊ ചന്ത തിരിച്ചു തരണം. ആൾക്കാർ നല്ല കച്ചവടം കിട്ടൂലേ ചന്തേരന്റെ? ഞായറാഴ്ച ദിവസം അതിന് അഭിപ്രായം ചോദിച്ചു. ഓക്കെ, 45 കൊല്ലമായിട്ട് ഇവിടെ പപ്പടം വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഈ കൂട്ടമായിട്ട് ആൾക്കാർ വന്ന് നല്ല പപ്പടത്തിന് നല്ല ചിലവുണ്ടായി. ഇപ്പോൾ ചിലവ് ആൾ വരവ് കുറവാണ്. അപ്പോൾ ഞായറാഴ്ച ചന്ത പുനഃസ്ഥാപിക്കണോ വേണ്ടേ? ചന്ത ദിവസം നല്ലതാണല്ലേ? നല്ലതാണല്ലേ? അപ്പൊ നിങ്ങളൊക്കെ സഹകരിക്കൂല എല്ലാവരും? ഇഞ്ചി, നാടൻ നെല്ലിക്ക, ഇതെന്താണ്? കുമ്മായ, കോപ്പടി. ആ കോപ്പടിന്റെ അവിടെ ഇതാണ് തിരഞ്ഞെടുക്കുന്നുണ്ടാവില്ല. എന്താ കിലോല? 200. നാടൻ കോപ്പടിയില്ല, ദാത്തിപ്പൂക്കന്റെ ആ പൂവയിൽ എന്താണ് പോവാ? നിങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ സംഘടന നമ്മുടെ വേണ്ടപ്പെട്ട വകുപ്പ് മന്ത്രിയെ അടക്കം എത്തിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏത് അറ്റം വരെ പോയിക്കൊണ്ട് ഈ നാട്ടിലെ കച്ചവടക്കാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സർക്കാരിലേക്കോ വേണ്ടപ്പെട്ട വകുപ്പ് മന്ത്രിയിലേക്കും എത്തിച്ചുകൊണ്ട് കച്ചി രാഷ്ട്രീയത്തെ അതീതമായി നാടിന്റെ നന്മക്കും സമൂഹത്തിനും ഉപകരിക്കുന്ന ഈ നാട്ടിലെ കർഷകർ, കുടുംബശ്രീ എല്ലാവരും ഉപകാരത്തിലെ ഈ ചന്ത മാറ്റിയെടുക്കണം. നമ്മളെ പഴയ പ്രതാപം തിരിച്ചെടുക്കണം. നിങ്ങളെല്ലാവരും നമ്മൾ നൽകുന്ന നല്ല നിർദ്ദേശങ്ങൾ അതിൽ കയമ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാ മെമ്പർമാരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടിയന്തരമായി ഉടൻ തന്നെ നഗരസഭ കൗൺസിൽ ആൾ ഒരു മീറ്റിംഗ് നടത്തി ഇതുമായി ഒരു ചർച്ച നടത്തി എത്രയും പെട്ടെന്ന് തന്നെ ചന്ത പുനഃസ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം ഈ നഗരസഭ കൊണ്ടുവരണം. അതിന് ഭരണ പ്രതിപക്ഷം എന്ന എല്ലാ അംഗങ്ങളും സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.